പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF മലയോര സമര പ്രചാരണ യാത്ര ഇന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ എത്തും. മേപ്പാടിയിൽ 4 മണിക്ക് നടക്കുന്ന പൊതുയോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന മലയോര സമരയാത്ര നടത്തുന്നത്. കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ ചേരുന്നു. ദിലിഷ, പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ആ യാത്രയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു ശ്രദ്ധ അതിലേക്ക് വന്നു ചേരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവടക്കം നിരവധി പരാമർശങ്ങൾ, നിരവധി പ്രസ്താവനകൾ നടത്തിയിരുന്നു. മലയോര ജനതയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏതൊക്കെ ഇടങ്ങളിലാണ് യാത്ര കടന്നു പോകുന്നത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ലക്ഷ്മി പത്മ, നമുക്കറിയാം ഈ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വളരെയധികം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ UDFന്റെ സംസ്ഥാന മലയോര പ്രചാരണ യാത്ര ഏറെ നിർണായകമാവുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലായിരുന്നു ഈ പ്രചരണ യാത്രയുടെ പര്യടനം ഉണ്ടായിരുന്നത്. കണ്ണൂർ ജില്ലയിലെ പര്യടനം ഇന്നലെ പൂർത്തിയാക്കി ഇന്ന് വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടി, ബത്തേരി, അതുപോലെ കൽപ്പറ്റ മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം നടത്തുക. ഈ കൽപ്പറ്റ മണ്ഡലത്തിൽ വൈകിട്ട് 4 മണിക്ക് മേപ്പാടിയിൽ ഒരു പൊതുയോഗമുണ്ട്. അവിടെ 4 മണിക്കാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നത്. പ്രധാനമായിട്ടും വയനാട്ടിലെ നിലവിലെ സാഹചര്യം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകും. അതിനുശേഷം ഏകദേശം വൈകിട്ട് 5 മണിയോടുകൂടി കോഴിക്കോട് ജില്ലയിലേക്ക് ഈ കോഴിക്കോട് ജില്ലയിലേക്ക് ഈ സമര യാത്ര പ്രവേശിക്കും. കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിയിലാണ് പര്യടനം നടത്തുക. കോടഞ്ചേരി നമുക്കറിയാം, നേരത്തെ തന്നെ വലിയ രീതിയിൽ വന്യജീവി ആക്രമണം നേരിടുന്ന ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ജനതയാണ്. വലിയ രീതിയിൽ വന്യജീവി ആക്രമണങ്ങൾ അവിടെ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. ന്യൂസ് മലയാളം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അതിനുശേഷം മലപ്പുറത്തേക്കാണ് ഈ യാത്ര പ്രവേശിക്കുക. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഈ ആവർത്തിക്കുന്ന വന്യമൃഗ ആക്രമണം ഈ പ്രശ്നങ്ങളെ ഗൗരവകരമായി സമീപിക്കുന്നുണ്ട് എന്ന ഒരു സന്ദേശം നൽകുന്നതിനൊപ്പം തന്നെ ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതും UDF ഉന്നം വെക്കുന്നുണ്ട്. ഈ കടുവ ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് UDFന്റെ ഒരു നീക്കം. ഈ പര്യടനം ഇന്ന് വയനാട് ജില്ലയിലും അതുപോലെ കോഴിക്കോട് ജില്ലയിലുമാണ് ഇന്ന് പര്യടനം നടത്തുക. ഏകദേശം ഫെബ്രുവരി 5-ാം തീയതി തിരുവനന്തപുരം അമ്പൂരിലാണ് ഈ പര്യടനം അവസാനിക്കുക. ലക്ഷ്മി പത്മ. ദിലിഷ തിലകനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.